പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തയേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ നമ്മുടെ വിഷയം ആത്മീക വഞ്ചനയുടെ രാഷ്ട്രീയ രൂപവും ഒപ്പം ദൈവിക സുരക്ഷയുടെ വാതിലുകൾക്കപ്പുറം തകർക്കപ്പെട്ട് സഹോദരന്റെ ഭവനത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നീതിയും ക്ഷമയും ലഭിക്കാതെ ഇരുളടഞ്ഞുപോയ ദൈവജനത്തിന്റെ ഭാഗമായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചും ഒപ്പം ഇസ്രായേലിന്റെ ആദ്യകാല ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഈ വിഷയത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവശബ്ദത്തെക്കുറിച്ചുമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 34-ാം അധ്യായത്തിൽ ദീനായുടെ ജീവിതം ഒരു ദുഃഖഭരിതമായ കഥയായി നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾ അന്യായമായി അപമാനിക്കപ്പെടുകയും മനസ്സിലും ശരീരത്തിലും ആഴമായ മുറിവുകൾ അനുഭവിക്കുകയും ചെയ്തു. അതിന്റെ പ്രത്യാഘാതമായി അവളുടെ സഹോദരന്മാരുടെ ക്രോധാഗ്നിയിൽ സംഹരിക്കപ്പെട്ട ഷെഖേമിലെ നിരപരാധികളുടെ വംശഹത്യയെക്കുറിച്ചും അതിലൂടെ ഗോത്രപിതാവായ യാക്കോബിന്റെ ശാപം ഏറ്റുവാങ്ങിയ ഇസ്രായേൽ ഗോത്രങ്ങളെക്കുറിച്ചും ഈ സംഭവം വിവരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ സ്വന്തം കുടുംബാംഗങ്ങൾ മുഖാന്തരം തന്നെ ജീവിതം ഇരുളടഞ്ഞും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത ചില സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വളരെ നിരാശാജനകമായി അവസാനിച്ചു പോയ ജീവിത കഥകളെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിലൊരുവളാണ് ദീന. ഗോത്രപിതാവായ യാക്കോബിന്റെയും ലേയയുടെയും പുത്രിയും ഇസ്രായേലിന്റെ 12 ഗോത്രപിതാക്കന്മാരുടെ ഏക സഹോദരിയും ആയിരുന്നു അവൾ. ഹീബ്രു ഭാഷയിൽ ദീന എന്ന പേരിന്റെ അർത്ഥം താഴ്വര എന്ന് പറയപ്പെടുന്നു. ഇസ്രായേൽ വംശത്തിന്റെ ഇരുൾ നിറഞ്ഞ ഈ സംഭവങ്ങളെ കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 34-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗോത്രപിതാവായ യാക്കോബ് പദ്ദാൻ ആരാമിലെ ലാബാന്റെ ഭവനത്തിൽ നിന്നും കനാൻ ദേശത്തേക്കുള്ള യാത്രാമധ്യേ ഷെഖേം എന്ന പട്ടണത്തിനടുത്ത് പാളയമിറങ്ങി. ആ ദിവസങ്ങളിലൊന്നിൽ ലേയയുടെയും യാക്കോബിന്റെയും മകൾ ദീന ആ ദേശത്തിലെ പെൺകുട്ടികളെ കാണുവാൻ പുറപ്പെട്ടു. എന്നാൽ ഹെവ്യ രാജകുമാരനായ ഷെഖേം അവളെ ബലമായി പിടിച്ചു, അവളോട് ദുഷ്കർമ്മം ചെയ്തു, അവൾക്ക് പോരായ്ക വരുത്തി. എന്നാൽ അവന് പിന്നത്തേതിൽ അവളോട് സ്നേഹം തോന്നിയതിനാൽ അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. ആയതിനാൽ ഷെഖേം തന്റെ പിതാവായ ഹമോരിനോട് ഈ പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണമേ എന്ന് അപേക്ഷിച്ചു. എന്നാൽ യാക്കോബിന്റെ പുത്രന്മാർ വസ്തുത കേട്ട് വയലിൽ നിന്നും വന്നു. അവൻ അങ്ങനെ അരുതാത്ത കാര്യം ചെയ്ത് ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചതുകൊണ്ട് ആ പുരുഷന്മാർക്ക് വ്യസനം തോന്നി മഹാകോപവും ജ്വലിച്ചു. ഈ സംഭവം യാക്കോബിന്റെ കുടുംബത്തിന് സംഭവിച്ച അപമാനത്തിന്റെ ആഴമുള്ള മുറിവായി തീർന്നു. എന്നാൽ തന്റെ മകന് ദീനയെ വിവാഹം കഴിച്ചു നൽകുവാനായി അപേക്ഷിച്ചുകൊണ്ട് യാക്കോബിന്റെ അടുക്കൽ വന്ന ഷെഖേമിന്റെ പിതാവിനോട് യാക്കോബിന്റെ പുത്രന്മാർ വളരെ വഞ്ചനാപരമായി ഇപ്രകാരം മറുപടി നൽകി: നമ്മുടെ സഹോദരിയെ ഒരു അഗ്രചർമ്മിയായ പുരുഷന് നൽകുകയില്ല. എന്നാൽ നിങ്ങളിൽ എല്ലാ പുരുഷന്മാരും പരിച്ഛേദനയേറ്റ് ഞങ്ങളെപ്പോലെ ആയിത്തീരുമെങ്കിൽ ഇതിന് സമ്മതിക്കാം എന്നും അറിയിച്ചു. ആയതിനാൽ ഹമോർ തന്റെ പട്ടണനിവാസികളോട് പ്രകാരം പറഞ്ഞു: നാം അവരോടൊപ്പം വിവാഹ സംബന്ധം കൂടിയാൽ അവരുടെ സ്ത്രീകളെ നമുക്ക് തരികയും നമ്മുടെ സ്ത്രീകളെ അവർ എടുക്കുകയും ചെയ്യും. അവർ നമ്മോടുകൂടെ ഈ ദേശത്ത് സ്വാതന്ത്ര്യത്തോടുകൂടെ വ്യാപാരം ചെയ്തു വസിക്കുകയും അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും നമുക്കും അവകാശമാകുകയും നമ്മുടെ ദേശത്തിന് വിശാലത വരികയും ചെയ്യും എന്ന് പറഞ്ഞു. ഈ ഡീൽ മുഖാന്തരം തങ്ങൾക്ക് ലഭ്യമാകുവാൻ സാധ്യതയുള്ള ലാഭത്തിൽ ആകൃഷ്ടരായ ഷെഖേം നിവാസികൾ എല്ലാ പേരും ഹമോരിന്റെയും മകൻ ഷെഖേമിന്റെയും വാക്കുകേട്ടു. അങ്ങനെ ആ പട്ടണക്കാരായ എല്ലാ പുരുഷന്മാരും പരിച്ഛേദനയേറ്റു. എന്നാൽ 3-ാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിന്റെ 2 പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താന്താന്റെ വാൾ എടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിന്റെ നേരെ ചെന്നു. ഹമോരിനെയും അവന്റെ മകനായ ഷെഖേമിനെയും ഒപ്പം സകല പുരുഷന്മാരെയും വാളിന്റെ വായ്ത്തലയാൽ കൊന്നു. ദീനയെ ഷെഖേമിന്റെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോന്നു. പിന്നെ അവർ തങ്ങളുടെ സഹോദരിയെ അവൻ അശുദ്ധമാക്കിയതിനാൽ അവരുടെ ആട്, കന്നുകാലി, കഴുത ഇങ്ങനെ അവരുടെ സമ്പത്തൊക്കെയും എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും കൊണ്ടുപോയി. പട്ടണത്തിലും വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു. എന്നാൽ യാക്കോബ് അത് കണ്ടു ഭയപ്പെട്ടു. അവൻ ശിമോനോടും ലേവിയോടും പറഞ്ഞു: നിങ്ങൾ എന്നെ കനാന്യരുടെയും പെരിസ്ത്യരുടെയും മുൻപിൽ വെറുപ്പിക്കുവാനിടയാക്കി. അവർ ചേർന്നുകൂടി എന്നെയും എന്റെ കുടുംബത്തെയും നശിപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ശിമോനും ലേവിയും അവനോട്:
നമ്മുടെ സഹോദരിയോട് വേശ്യയോടെന്ന പോലെ പെരുമാറുവാൻ അനുവദിക്കാമോ എന്ന് പറഞ്ഞു. തുടർന്ന് ഈ കഥയുടെ ആരംഭത്തിന് ശേഷം ദീന മൗനമായി തീരുന്നു. എന്നാൽ പിന്നത്തേതിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 46:15 ദീന യാക്കോബിനോടൊപ്പം മിസ്രൈമിലേക്ക് പോയതായി കാണാം. പിന്നീട് അവൾ നിശബ്ദയായി സഹോദരനായ ശിമയോന്റെ വീട്ടിൽ ആടുമേപ്പുകാരിയായി ജീവിച്ചു മരിച്ചു എന്ന് കരുതുന്നു. എന്നാൽ അവളെ അവർ കനാൻ ദേശത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്തതായി കരുതപ്പെടുന്നു. ഈ കഥാസന്ദേശത്തിന്റെ ആദ്യത്തെ പോയിന്റായി നമുക്ക് ദീനയുടെ പരാജയത്തിന്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കാം. സദൃശ്യവാക്യങ്ങൾ 1:8-9 എന്നീ വചനങ്ങൾ ഇപ്രകാരം പറയുന്നു: മകനെ, നിന്റെ പിതാവിന്റെ ഉപദേശത്തോട് ചെവി കൊടുക്കുക, നിന്റെ മാതാവിന്റെ ഉപദേശത്തെ ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ തലയ്ക്ക് അലങ്കാരവും കഴുത്തിന് മാലയുമാകും. അതായത്, മാതാപിതാക്കളുടെ ഉപദേശത്തിന് അധീനരായിരിക്കുന്നത് മുഖാന്തരം ജീവിതത്തിൽ അനുഗ്രഹവും ഉയർച്ചയും മഹത്വവും ബഹുമാനവും വർദ്ധിക്കും എന്നത്രേ. എന്നാൽ ഇവിടെ ദീനയുടെ ജീവിതത്തിൽ പരാജയവും സങ്കടവും അപമാനവും തകർച്ചയും സംഭവിച്ചിരിക്കുന്നതിൽ നിന്നും ദീന മാതാപിതാക്കളുടെ ഉപദേശത്തെ അവഗണിച്ച് ദേശത്തിലെ അന്യദേവന്മാരെ ആരാധിക്കുന്ന പെൺകുട്ടികളോടുള്ള സൗഹൃദം ആഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്തതിന്റെ ഫലമായി അവൾ ദൈവമായ കർത്താവിന്റെ അനുഗ്രഹവും സംരക്ഷണവും നഷ്ടപ്പെടുത്തി. അവളുടെ വിപത്തിന് നീക്കുപോക്ക് സംഭവിച്ചതുമില്ല. അതേ പ്രിയമുള്ളവരെ, ദൈവം തന്റെ ജനത്തെ കരുതുകയും സ്നേഹിക്കുകയും നയിക്കുകയും ചെയ്യുന്നുവെങ്കിലും അവർ മനഃപൂർവ്വം പാപത്തെയും ലോകത്തെയും തിരഞ്ഞെടുക്കുമ്പോൾ അവരെ ബലമായി തടയുന്നില്ല എന്നും ഒപ്പം തങ്ങളുടെ തിരഞ്ഞെടുപ്പുകളുടെ ദോഷഫലങ്ങൾ ഒഴിവാക്കപ്പെടുന്നും ഇല്ല എന്നും ദീനയുടെ കഥ നമ്മെ ഓർപ്പിക്കുന്നു. ഇത് എല്ലാ ക്രിസ്ത്യൻ യുവതികൾക്കും ശക്തമായ മുന്നറിയിപ്പാണ്. അന്യലോകത്തിന്റെ സൗഹൃദം ആത്മീക പരാജയത്തിലേക്കാണ് നയിക്കുന്നത്. ദൈവിക സംരക്ഷണത്തിൽ നിന്നുമുള്ള അകൽച്ചയായിരിക്കും അത്. ആയതിനാൽ ദൈവത്തിന്റെ ശബ്ദത്തെയും ദൈവഭക്തിയുടെ മാർഗത്തെയും അവഗണിക്കരുത്. അവയിലാണ് നമ്മുടെ യഥാർത്ഥ സുരക്ഷയും അനുഗ്രഹവും. ആമേൻ. രണ്ടാമതായി, ദൈവത്തെ ആരാധിക്കുന്നതിനു മുൻപ് നടപ്പാക്കപ്പെട്ട യാക്കോബ് ഗൃഹത്തിന്റെ ശുദ്ധീകരണത്തെക്കുറിച്ചും ഇസ്രായേലിന്റെ ആദ്യകാല ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഈ സംഭവത്തിന്റെ മധ്യത്തിൽ ഒരു പ്രകാശമായി സമാധാനമായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശബ്ദത്തെക്കുറിച്ചും ശ്രദ്ധിക്കാം. അത് ഇപ്രകാരമാണ്: തന്റെ മകളായ ദീനയുടെ അപകടത്തിലൂടെ സംഭവിച്ച പ്രശ്നങ്ങളുടെ അനന്തരഫലങ്ങളെ കുറിച്ച് ഓർത്ത് ഭയപ്പെട്ടു പോയിരുന്ന യാക്കോബിനോട് ദൈവമായ കർത്താവ് ഇപ്രകാരം പറഞ്ഞു: നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ യേശാവിന്റെ മുൻപിൽ നിന്നും നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. ആയതിനാൽ ബഥേലിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് യാക്കോബ് തന്റെ കുടുംബത്തോട് പറഞ്ഞു: നിങ്ങളിൽ ഉള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം എന്റെ പ്രാർത്ഥനകൾ കേട്ട ദൈവത്തിന് ബഥേലിൽ യാഗപീഠം പണിത് ആരാധിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. എന്തുകൊണ്ടാണ് ഇത്ര വലിയ സമ്പത്ത് നിസ്സാരമായി ഉപേക്ഷിച്ചതവർ എന്ന് ചിന്തിക്കുമ്പോൾ പ്രധാനമായി 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഹോശയുടെ പുസ്തകം 2:13 പ്രവാചകൻ പറയുന്നു: കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തങ്ങളെ തന്നെ അലങ്കരിച്ച് ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന തന്റെ ചുറ്റുമുള്ള വിജാതീയ സംസ്കാരങ്ങളെ ഉപേക്ഷിച്ച് ജീവനുള്ള ദൈവമായ കർത്താവിന് യാഗപീഠം പണിയുവാനും വിശുദ്ധിയിൽ ആരാധിക്കുവാനുമായി അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചതായി മനസ്സിലാക്കാം. രണ്ടാമതായി, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4:30 പറയുന്നത് പോലെ സൗന്ദര്യവർദ്ധനവിനായി ആഭരണം ഉപയോഗിക്കുന്നതിന്റെ ഫലമായി തന്റെ കുടുംബത്തിന് നേരിടാൻ സാധ്യതയുള്ള അസുരക്ഷയിൽ നിന്നും പ്രാണഹാനിയിൽ നിന്നുമുള്ള സുരക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് അത് ഉപേക്ഷിച്ചതായി കരുതാം. സ്വന്തം പ്രാണനും വംശത്തിനും നാശം സംഭവിക്കുവാനുള്ള സാധ്യതകളുടെ മധ്യത്തിൽ പ്രാണഭയത്തിലായി തീരുമ്പോൾ ആത്മീകവും ഭൗതികവുമായ ധാരാളം കാര്യങ്ങളും വസ്തുക്കളും സമ്പത്തും മനുഷ്യർക്ക് നിസ്സാരമായി ഉപേക്ഷിക്കുവാൻ പ്രയാസമില്ല എന്നത് മനുഷ്യ സഹജമാണ്. ദീനയുടെ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ കാര്യം അവളുടെ സഹോദരന്മാരായ ശിമോൻ, ലേവി എന്നിവരുടെ മേൽ വീണ പിതാവിന്റെ ശാപത്തെക്കുറിച്ചാണ്. തങ്ങളുടെ സഹോദരിയായ ദീനയ്ക്ക് സംഭവിച്ച അപമാനത്തിനുള്ള പ്രതികാരമായി തന്റെ പുത്രന്മാർ ശേഖേം നിവാസികളോട് ചെയ്ത ക്രൂരതയിൽ യാക്കോബിന് വലിയ ദുഃഖമുണ്ടായിരുന്നു. ആ കാരണത്താൽ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം 49 അധ്യായം
5 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ യാക്കോബ് തന്റെ മരണത്തിനു മുൻപ് പുത്രന്മാരെ അനുഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ ശിമയോനും ലേവിക്കും അനുഗ്രഹത്തിനു പകരം ശാപം നൽകിയിരിക്കുന്നതായി കാണാം. ശിമോനും ലേവിയും സഹോദരങ്ങളാണ്. അവരുടെ വാളുകൾ അന്യായത്തിന്റെ ആയുധങ്ങളാകുന്നു. അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. അവരുടെ കോപം ശാപഗ്രസ്തമായിരിക്കും. ഞാൻ അവരെ യാക്കോബിൽ പിരിച്ചിടും, ഇസ്രായേലിൽ ചിതറിച്ചിടും എന്ന് പറഞ്ഞു. ഈ പ്രവചനം യോശുവയുടെ കാലത്ത് നിറവേറ്റപ്പെട്ടു. ലേവ്യർ എല്ലാ ഗോത്രങ്ങളിലും ചിതറിക്കിടന്ന് ദൈവസേവനത്തിനായി വേർതിരിക്കപ്പെട്ടു. ശിമയോൻ ഗോത്രം യഹൂദ ഗോത്രത്തിന്റെ മധ്യത്തിൽ ചിതറിപ്പാർക്കുകയും ഇസ്രായേലിൽ പിന്നത്തേതിൽ പ്രഭാവരഹിതമായി തീരുകയും ചെയ്തു. അതേ പ്രിയമുള്ളവരെ, യാക്കോബിന്റെ കുടുംബം ദൈവം തന്റെ പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്ത ഒരു വിശിഷ്ട കുടുംബമായിരുന്നുവെങ്കിലും അവരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും തീരുമാനങ്ങളെയും തിരഞ്ഞെടുപ്പുകളെയും ദൈവം ചോദ്യം ചെയ്തിരുന്നില്ല. ദൈവഹിതത്തിനെതിരായ അവരുടെ ആഡംബരം, ക്രോധം, അധർമ്മം, കപടത, വഞ്ചന, വിഗ്രഹങ്ങളോടുള്ള ആകർഷണം, ഇതിൽ ഒന്നിനും ദൈവം നേരിട്ട് തടസ്സം സൃഷ്ടിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഇത് ഇന്നും എല്ലാ കാലത്തെയും ദൈവജനത്തിനായും അങ്ങനെ തന്നെ ആയിരിക്കും. ആമേൻ. ഈ കഥയിലെ 4-ാമത്തെ കാര്യം ഒരു ആത്മീക വഞ്ചനയുടെ രാഷ്ട്രീയ രൂപത്തെക്കുറിച്ചാണ്. ശെഖേമിലെ ജനങ്ങൾ ദൈവത്തിന്റെ ജനമായ യാക്കോബിന്റെ കുടുംബവുമായി ഒന്നിക്കുന്നതിലൂടെ സമാധാനവും സമ്പത്തും സമൃദ്ധിയും രാഷ്ട്രീയ ലാഭവും ലഭ്യമാകും എന്ന് പ്രതീക്ഷിച്ചു. അതിനായി അവർ ദൈവജനത്തിന്റെ അടയാളമായ പരിച്ഛേദന സ്വീകരിച്ചു. പ്രത്യക്ഷത്തിൽ അവർ ദൈവജനത്തോട് ചേർന്നതുപോലെ തോന്നിയെങ്കിലും അത് ദൈവഹിതം മനസ്സിലാക്കി വിശ്വാസത്താൽ ചെയ്ത ചേർച്ചയല്ലായിരുന്നു. അവരുടെ ഉദ്ദേശം ദൈവത്തെ അറിയുകയും അവന്റെ വഴികളിൽ നടക്കുകയും ചെയ്യുക എന്നതായിരുന്നില്ല. മറിച്ച് വ്യക്തിപരമായും സാമൂഹ്യപരമായും സാമ്പത്തിക രാഷ്ട്രീയ ലാഭവും വികസനവും വിശാലതയും നേടുക എന്നത് മാത്രമായിരുന്നു. അവരുടെ ഈ ആത്മീക വഞ്ചനയുടെ രാഷ്ട്രീയ രൂപത്തിന്റെ പരിണതഫലമായി അവർക്ക് അവരുടെ ജീവനും തലമുറകളും സമ്പത്തും നഷ്ടമായി. അവരുടെ നഗരം ശൂന്യമായി. അവരുടെ തലമുറയും ചരിത്രത്തിൽ നിന്നും ഇല്ലാതെയായി. അവരുടെ മരണത്തോടെ അതെല്ലാം അവസാനിച്ചു. അതേ പ്രിയമുള്ളവരെ, ഇന്നും അനേകർ ക്രിസ്തുവിന്റെ മാർഗത്തെ പിന്തുടരുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അവരിൽ അനേകരുടെ ലക്ഷ്യം ശെഖേം നിവാസികളെ പോലെ സാമ്പത്തിക ലാഭങ്ങളും ഉന്നതമായ വിദ്യാഭ്യാസവും ജോലി സാധ്യതകളും ഉയർന്ന ജീവിത സാഹചര്യങ്ങളും പ്രാർത്ഥനയിലൂടെ ലഭ്യമാകുന്ന സൗഖ്യവും അനുഗ്രഹങ്ങളും വിടുതലുകളും പിന്നെ ആഗ്രഹിക്കുന്ന വിവാഹം, ഉയർന്ന രാഷ്ട്രീയ സാമൂഹിക സ്ഥാനമാനങ്ങൾക്കായുള്ള സാധ്യതകൾ എന്നിങ്ങനെയുള്ള ലൗകിക സ്വപ്ന സാക്ഷാത്കാരങ്ങൾ മാത്രമാണ്. അവർക്ക് വിശ്വാസമുണ്ടെന്ന് തോന്നാം. എന്നാൽ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവസ്നേഹമല്ല, മറിച്ച് സ്വകാര്യ ലാഭലക്ഷ്യം മാത്രമാണ്. അത്തരം വിശ്വാസം ആ വ്യക്തികളുടെ മരണത്തോടൊപ്പമോ അല്ലെങ്കിൽ വിശ്വാസം കാരണം പീഡനം സംഭവിക്കുമ്പോഴോ എന്നേക്കുമായി അവസാനിച്ചു പോകുന്നു. അപ്രകാരം പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവുമായി ഹൃദയബന്ധത്തിലേക്കും ആത്മാവിന്റെ രക്ഷയിലേക്കും നയിക്കപ്പെടാതെയുള്ള മതാചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ഒരു അവകാശവും ലഭിക്കാതെയുള്ള നിത്യനാശത്തിന്റെ പാതയിലാണ് എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 34-ാം അധ്യായത്തിലെ ശെഖേം നഗരത്തിന്റെ നാശത്തിന്റെ കഥ നമ്മെ ഓർപ്പിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ സത്യസന്ധമായി സ്വീകരിക്കുന്നവർക്ക് യേശുവിന്റെ രക്തത്തിലൂടെ പാപക്ഷമയും നിത്യജീവനും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10:43 അവനെ വിശ്വസിക്കുന്ന ഏവർക്കും അവന്റെ നാമത്തിൽ പാപമോചനമുണ്ടാകുമെന്നും മത്തായി എഴുതിയ സുവിശേഷം 6:33 മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടൊപ്പം ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നീതിയും രാജ്യവും അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെയും എല്ലാ ആവശ്യങ്ങളും നിറവേറപ്പെടുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ വേറിട്ട സൗഹൃദങ്ങൾക്കായുള്ള ആഗ്രഹങ്ങൾ, ആഡംബരം, ക്രോധം, അധർമ്മം, യുദ്ധം, വഞ്ചന, അപമാനം, ബലാത്കാരം, നിരപരാധികളുടെ സംഹാരം, കപടമായ ആത്മീകാനുസരണം, തള്ളപ്പെടലുകൾ, ക്ഷമയും നീതിയും നിഷേധിക്കപ്പെടുക, ഒപ്പം വിശുദ്ധീകരണവും എന്നിവയിലൂടെ എല്ലാം മുന്നോട്ടു പോയി പിന്നത്തേതിൽ നിരാശയുടെ അന്ധകാരത്തിൽ ശിമോൻ ഗൃഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ അവസാനിച്ചു പോയ ദീനയുടെ ജീവിതകഥയിലെ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. എന്നാൽ പ്രിയമുള്ളവരെ,
ശിമോൻ ഗ്രഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒരു ഇടയ പെൺകുട്ടിയായി തളച്ചിടപ്പെട്ട ദീനയുടെ ജീവിതത്തെക്കുറിച്ച് പിന്നെ നമുക്കൊന്നും അറിയില്ല. എന്നാൽ ഇന്നും ലോകത്തിന്റെ വഞ്ചനയിൽ തകർക്കപ്പെട്ടു പോയ അനേകം ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ പിന്നിലും തളച്ചിടപ്പെട്ടിരിക്കുന്നു. അടുത്ത തലമുറയ്ക്കായുള്ള ഭയപ്പെടുത്തുന്ന ഉദാഹരണങ്ങളും ചില മുന്നറിയിപ്പുകളും മാത്രമായി അവരുടെ ജീവിതം ഇരുളിൽ അസ്തമിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഹൃദയം നുറുങ്ങുന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആയതിനാൽ വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹവും ക്ഷമാദാനവും അനുഭവിക്കുന്ന ക്രിസ്തീയ സഭ അവരെ അവിടെ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ, അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ എന്നും എപ്പോഴും ശ്രമിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതിൽ ഒരു ശബ്ദം കൊണ്ടെങ്കിലും പങ്കാളികളാകുവാൻ അവസരം ലഭിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹ ക്ഷമാ സന്ദേശം നമ്മുടെ നാവിൽ അവർക്കായി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ ലോകത്തിൽ ഒരു വലിയ സൈനിക ശക്തിയോ ശക്തനായ ഒരു നേതാവോ രാജ്യമോ ഒന്നും ഇല്ലാതിരുന്ന യാക്കോബ് ശേഖേമ്യർ ഒരുമിച്ച് വന്ന് തന്നെയും കുടുംബത്തെയും നശിപ്പിക്കും എന്ന് ചിന്തിച്ച് പ്രാണഭയത്തിലും വ്യാകുലതയിലും പരാജയഭീതിയിലും ആയിത്തീർന്നു പോയ സന്ദർഭത്തിൽ ദൈവമായ കർത്താവ് യാക്കോബിനോട് സംസാരിച്ചു. ദൈവത്തിന്റെ ശബ്ദം കേട്ടു, അനുസരിച്ചു. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരത്തിന്റെയും സങ്കടങ്ങളുടെയും വ്യാകുലതകളുടെയും പരാജയഭീതികളുടെയും മധ്യത്തിൽ ഒരു വലിയ പ്രകാശമായി, പ്രതീക്ഷയായി ദൈവത്തിന്റെ കൽപ്പനകളെ കാണുവാൻ, കേൾക്കുവാൻ, ഗ്രഹിക്കുവാൻ, അനുസരിക്കുവാൻ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ പിന്നെയും കർത്താവ് നമ്മുടെ ഉള്ളിലെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ, ആമേൻ.